ഈ ലെവൽ 17 ആണ് കളിച്ചത്. നമുക്ക് ലെവൽ 18 കളിക്കാം. ലെവൽ അല്ല ഗൈസ്, സോറി ലെവൽ. അമ്മേ തള്ളച്ചി. നമുക്ക് ടിക്കറ്റ് എടുക്കാം വേണമെങ്കിൽ. പക്ഷെ നമുക്ക് റോബോട്ടിനെ പൊട്ടിച്ചെടുക്കുന്ന ഒരു സുഖം അത് വെച്ച് കിട്ടൂല. അതൊരു പ്രത്യേക ഫീലാണ്. ഓക്കെ, സോ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഓക്കെ, നമ്മുടെ അപ്പൂപ്പൻ എണീറ്റ് വന്നോ പുള്ളിക്കാരൻ സ്റ്റോക്ക് അറിയില്ല. ഓക്കെ, നമുക്ക് നോക്കാം. പുള്ളിക്കാരൻ എണീറ്റ് വന്ന് എണീറ്റിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. എനിക്കാണ് പുള്ളി പ്ലാനും പൊക്കിക്കൊണ്ട് പോവാം. വേഗം നമുക്ക് മേലോട്ട് കൊണ്ടുപോയിക്കാം. ഓക്കെ, നമുക്ക് ഓരോന്ന് വേഗം പണികൾ വേഗം നിർത്താൻ വേഗം നമുക്ക് ഈ വീട് വിടാം. ഓക്കെ, ഇതിലും വലിയ തൊഴിൽ സ്വപ്നങ്ങളിൽ മാത്രം എന്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് കരുതി ഞാൻ ഓടിക്കേണ്ടത് ഒരു സിംഹത്തിന്റെ അപ്പാപ്പൻ. പിന്നെ ഒന്നും നോക്കിയില്ല, വെച്ച് പിടിച്ചു ജയിലിലേക്ക്. പിന്നെ ആകെ ശോകം പോയി. ചെങ്ങായിക്ക് ഉമ്മയും കൊടുത്ത് അണ്ണാക്കിന്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് അപ്പാപ്പനാണെന്ന്. ആകെ ചമ്മി. ഓക്കെ, ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്നു ഞാനപ്പോ. ഓക്കെ, ഞാനിപ്പോ വലിയൊരു സാധനം ഒന്ന് മൊട്ടത്തലയും കാണിച്ച് നിൽക്കുന്നു. ഓ, ഇടിപോയി. ഓക്കെ, സോ നമുക്ക് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ കൂടെ കിടപ്പുണ്ട്. ഒരു കല്ലും കൂടി ബാക്കിയുണ്ട്. അപ്പൂപ്പനുള്ള പണി. അപ്പൂപ്പ നോക്കിയിരുന്നു അപ്പാപ്പ. പക്ഷെ ഞാനിവിടെ ബാക്കിൽ ഇരിക്കുവായിരുന്നു. ഓക്കെ, വെള്ളം ഈ തൂണിന്റെ ഇടയിൽ ഇരിക്കുകയാണ്. എങ്ങാനും കഴിച്ച് കാര്യം ഇനിപ്പോയാ നേരെ മുതലേന്റെ അണ്ണാക്കിലേക്കാണ്. നമുക്ക് അപ്പൂപ്പനെ കാത്തിരിക്കാം. ഞാൻ പോയി ഒരു ചായ മടയൊക്കെ കഴിച്ചു തന്നു. അപ്പൂപ്പന് ഇപ്പോഴും എത്തിയിട്ടില്ല കേട്ടോ. അയ്യോ അപ്പൂപ്പ, എവിടെ അപ്പാപ്പ? ഞാൻ വെറുതെ ഈ കവളയും പിടിച്ച് അവിടെ കൊതുക് പിടിയും കൊണ്ടിരിക്കുക. ബാക്കിലാണ് മുതലേ നോക്കിയിരിക്കുക. എങ്ങനെ ഇരിക്കുന്നു? ഞാൻ നോക്കുമ്പോൾ അപ്പവും മെല്ലെ താഴേക്ക് ഇറങ്ങി പോയിട്ടോ. പുള്ളിക്കാരൻ ഞാനോട് ഇങ്ങനെ കാത്തു നിൽക്കുവാണ്. ഓക്കെ, വന്നാൽ അപ്പം പൊട്ടിക്കും. ഓക്കെ, ഞാൻ 3 എണ്ണം ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 കല്ലുകൾ അതാ വരുന്നത്. നമ്മൾ നമ്മുടെ പുള്ളിക്കാരൻ തീർക്കാൻ പോവാണ്. നൈസായിട്ട് ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. 3, 2, 1. ആനന്ദം, പരമമായ ആനന്ദം. എന്ത് സന്തോഷം. ഓക്കെ, നമുക്കിനി അവിടെ പോയിട്ട് നമ്മുടെ ഇവിടെ കഴിച്ചൊരു സേഫ്റ്റി അല്ല, നമ്മുടെ പ്ലാൻ കൂടെ കിടപ്പുണ്ട് കേട്ടോ. അതിനുള്ളിൽ അത് സേഫ്റ്റി ഉണ്ട്. നമുക്ക് ഈ പ്ലാൻ എടുത്തോണ്ട് പോവാം. ഗൈസ് കലിപ്പ് തീരണില്ലല്ലോ. കലിപ്പ് തീരുന്നില്ല. അയ്യോ, കിടപ്പ് കണ്ടോ? ഉള്ള തോന്നിവാസം മുഴുവൻ കാണിച്ച് കിടന്നുറങ്ങില്ല. ഓ, വീണ്ടും ഒരു സന്തോഷം. ഇപ്പൊ ഗൈസ് മനസ്സിന് നല്ലൊരു സുഖമുണ്ട്. മനസ്സിന് സുഖം കിട്ടാത്തവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ഗ്രാനി 3. ഓക്കെ, നമ്മളിങ്ങനെ നമ്മുടെ ഈ പ്ലാന്റ് അവിടെ സാധാരണ മറ്റേ ഈ ട്രെയിനിന്റെ ആക്സിലേറ്റർ ഒക്കെ ഇടയ്ക്ക് കിടക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതെങ്ങാനും കിട്ടുമോ നോക്കാം നമുക്ക്. ഓക്കെ ഗൈസ്, അപ്പൊ അത് കിട്ടി, ആക്സിലേറ്റർ കിട്ടി, ട്രെയിനിന്റെ മറ്റേ സ്വിച്ച് കിട്ടി. ഇനി നമുക്ക് ട്രെയിനിന്റെ കീ കൂടി മതി. അതിനിടെ നമ്മൾ സേഫ്റ്റി എടുത്തോണ്ട് നമ്മൾ സേഫ് ഓർക്കാൻ പോവാണ്. സേഫിനകത്ത് എന്ത് കാണുമെന്തോ. എന്ത് വായത് സേഫിനെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം തുറക്കുമ്പോൾ നമുക്ക് സ്റ്റിയറിങ് കിട്ടും ബ്രിഡ്ജിന്റെ. അത് വെച്ചിട്ട് ഒരു തേങ്ങയും ചെയ്യാനില്ല. അതേപോലെ നമ്മുടെ ഇലക്ട്രിക് സ്വിച്ച് ഉണ്ട്. അവിടെ തന്നെ ഇരുന്നിട്ടാണ് നമുക്ക് നമുക്ക് നേരെ പോയിട്ട് തന്നെ ഫിറ്റ് ചെയ്ത് വെച്ചേക്കാം. വെറുതെ സമയം കളയണ്ടല്ലോ. ആ ചങ്ങായി പോണീറ്റ് വരും പിന്നെ ആകെ സീനായിരിക്കും. ഓക്കെ, നമ്മളങ്ങനെ കുറെ കാര്യങ്ങൾ സെറ്റാക്കി. എന്നിട്ട് നമ്മൾ ഈ ഇത് തുറന്ന് ഇവിടെ നമുക്ക് ഷെഡിന്റെ കീയും ഒരു ക്രോവാർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേഗം പോയിട്ട് ക്രോവാർ വെച്ച് തുറന്നു നോക്കാം. ഓക്കെ, അതിൻ്റെ ഇടയിൽ അപ്പാപ്പ എങ്ങാനും വരുന്നുണ്ടോ എന്ന് നോക്കാം. ഞാൻ വിചാരിച്ച് പോയി ഒരു എന്താ പറയുക വെടി വെക്കാൻ നോക്കുമ്പോൾ അതിനകത്ത് ഉണ്ടായില്ല. എത്ര നേരം ഈ ചങ്ങായി ഇങ്ങനെ കറങ്ങി നിൽക്കുന്നുണ്ടോ. കറങ്ങിക്കൂടെ കഴിച്ച് വേഗം പോയി നമുക്ക് ഉണ്ട വെക്കാം. അതായിരിക്കും വളരെ നല്ല തീരുമാനം. അങ്ങനെ നമ്മൾ ഉണ്ടയൊക്കെ കളക്ട് ചെയ്ത് വന്ന്
നോക്കൂ ഗൈസ്, ആരാണ് ഈ പറഞ്ഞു നിൽക്കുന്നത്? എടാ അത് എന്താ മുന്നീച്ചേ? അല്ല മച്ചാനെ, ഞാൻ ഈ സാധനം പിടിച്ച് നിൽക്കുന്നത് മാങ്ങ പറിക്കാനല്ല. മൂപ്പര് എന്റെ തോക്കും കണ്ടിട്ട് ഓടി വരിക. ഞാൻ കഷ്ടപ്പെട്ട് 2 കിലോമീറ്റർ അപ്പുറത്ത് പോയി ലോഡ് ചെയ്ത് വന്ന തോക്ക്. അത് ശരി. അത് നമുക്ക് ഈ ക്രോബാർ വന്നിട്ട് എന്താ കിട്ടുമോ നോക്കാം. ഓക്കെ, ഇതിനകത്ത് എന്താ പറയാ? ഓ ഫെയർവുഡ്. ഓക്കെ, നമ്മൾ തീപ്പെട്ടി നേരത്തെ കണ്ടായിരുന്നു. ഒന്ന് മാറി നിക്കപ്പാപ്പ, കുറച്ച് വഴിതായിട്ട് നിങ്ങൾ സീനാക്കല്ലേ. ഇതിനകത്ത് ഇതിനകത്ത് നമുക്ക് ട്രെയിൻ ചെയ്യാൻ കിട്ടും. നമ്മൾ ഫയർവുഡൊക്കെ കത്തിച്ച് സെറ്റാക്കി നമുക്കിനി അപ്പാപ്പനെ കൊണ്ട് തീർക്കാം. അപ്പൂവിനെയും കൊണ്ട് നാട് വിടാം. ഈ വീടൊന്ന് ഫ്രീ ആയി കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് അപ്പൂപ്പനെ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ജിയോ മച്ചാനും പിടിച്ചു കൊടുക്കാം എക്സ്പെരിമെന്റ് ചെയ്യാൻ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കജി മുറുക്കി. അങ്ങനെ ഏകദേശം കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഗൈസ്, എന്നോട് കുറെ പേര് പറഞ്ഞു ഈ ട്രെയിൻ ടിക്കറ്റ് ഇല്ലാതെ രക്ഷപ്പെടാൻ പറ്റേ. അങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഓക്കെ, ഇത് എവിടെയാണ് എനിക്ക് വെടിവെക്കേണ്ടത് ഗൈസ്? നമുക്ക് ഈ ചോക്കിൽ തന്നെ വെടിവെക്കാം. ഇല്ല ഗൈസ്, ഓക്കെ, ഒരു വെടിയുണ്ട വളരെ വിദഗ്ധമായി നമ്മൾ കളഞ്ഞു. ഇനി അടുത്ത 2 വെടിയുണ്ട് എന്ത് ചെയ്യും? 2 കല്ലുണ്ട് നമ്മളില്ല, അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. 2 ഓക്കെ, 1 കിട്ടി. ഒന്നും കൂടി. ആ ഗൈസ്, കത്തി റോബോട്ടോ കത്തിപ്പോയി. കൊള്ളാലോ ഗൈസ്. പക്ഷേ ഇതിനകത്ത് മറ്റേ ഈ വേറൊരു സാധനം വേണമല്ലോ, ഡോറ്. അത് ശരി, ഡോറ് തുറക്കാൻ പറ്റൂല. പിന്നെ അതെങ്ങനെയാ ഗൈസ്? സബ്സ്ക്രൈബേഴ്സ് ചരിച്ചു. നോക്കാം എന്തേലും വഴി ഉണ്ടാവുമായിരിക്കും. എന്തോ ഇതിപ്പോ എങ്ങനെ ചെയ്യുന്നൊരു പിടുത്തവും ഇല്ല. ഓക്കെ, എന്തായിരിക്കും ഗൈസ് ഇതിനൊരു വഴി? അവിടെ എന്തോ കുഴപ്പമില്ല. അതെന്താ ഇതെന്തത്? ഓ ഗൈസ്, ഡോർ ആക്ടിവേറ്റർ കിട്ടിപ്പോയി. ഓ, ഇതിവിടെ കാണിക്കൊക്കെ വേണം. സമന്യായൊക്കെ മറ്റേ സ്വിച്ച് ഞാൻ കഴിഞ്ഞിട്ടപ്പോ ചമ്മി. ഓക്കെ ഗൈസ്, ഞങ്ങൾക്ക് അപ്പൂപ്പനെ കൊണ്ട് നാട്ടുവിടാം. അപ്പൂപ്പനെ കാണുന്നില്ല ഗൈസ്. ഇനി ട്രെയിനിലേക്ക് കൂടിയുള്ളൂ ഗൈസ്, അതും കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടു. ഇനി ഒന്നും ചെയ്യാനില്ല. ഓക്കെ ഗൈസ്, അപ്പൂപ്പനെ വിളിക്കുക, നാട് വിടുക. ഓക്കെ, നമുക്ക് അപ്പൂപ്പനെ വിളിച്ചോണ്ട് വരാം. അതിന് തോക്ക് എവിടെ? ഓക്കെ, തോക്ക് കിട്ടി. ഇല്ലെങ്കിൽ അപ്പൂപ്പൻ തോക്കും പിടിച്ചോണ്ട് വരും. റീസ്പോൺ ആകുമ്പോൾ പുള്ളി എൻ്റെ തോക്ക് എടുത്തോണ്ട് പോകും. എന്നിട്ട് അവസാനം ഞാൻ പുള്ളിയുടെ വെടിയും കൊണ്ടിരിക്കണം. അതിനെക്കാട്ട് തന്നെ നമുക്ക് തന്നെ തോക്കെടുത്ത് തോന്നിയത് ഗൈസ്. ആ സംഭവം മേലെ വരെ എത്തിയിട്ടോ, എന്നിട്ടൊന്നും പുള്ളിനെ കാണുന്നില്ല. എവിടെ പോയി ഒരു പിടുത്തവും ഇല്ല. ഓക്കെ, ഇവിടെ ഉണ്ടോ ഗൈസ്? ഇല്ല, അപ്പപ്പൻ്റെ റൂമിലില്ല. അപ്പപ്പൻ്റെ റൂമൊക്കെ കാലിയാണ്. എവിടെയായിട്ടുണ്ട്? ആരായി വരണേ? നമ്മുടെ ചിഞ്ചിഞ്ഞാക്കിടി കുട്ടപ്പ, ഇങ്ങോട്ട് വാ നീ. നമുക്ക് വേഗം പോയി ഇതിന്റെ മേലോട്ടങ്ങ് കയറാം. എന്താ അപ്പൂപ്പ പിടിക്കണോ? ഞാൻ താഴേക്ക് വരട്ടെ? നമുക്ക് എവിടെ പോയി? അയ്യോ, ഞാൻ ചത്തു. ഓക്കെ, അപ്പൂപ്പ എന്താ അപ്പൂപ്പ ഇതെന്താ ചെരിഞ്ഞൊക്കെ നിൽക്കണേ? ലാലേട്ടനൊക്കെ നിൽക്കണ പോലെ. ഓക്കെ ഗൈസ്, ഇപ്പൊ നമ്മൾ പൊറിപ്പിച്ച് കടന്നു തുടങ്ങി. അപ്പൊ പാവട്ട അപ്പൂപ്പന് തോക്കൂല്ല. ചമ്മീനാറി. നമുക്കൊരു കാര്യം നൈസായിട്ട് വിളിനെ ബാക്കിൽ നിന്ന് എന്താ പറയുക വിളിച്ചോണ്ട് വരാം. ബാക്ക് പോയി വെടിവെക്കണം ശരിക്കും. പക്ഷെ നമ്മള് പുള്ളിനെ നാട് കടത്താൻ തീരുമാനിച്ചത് കൊണ്ട്. ഓക്കെ, ഹലോ മച്ചാൻ, എന്നെയാണോ നോക്കണേ? ഊയ്, ഇവിടെ ബാക്കിലേ നമ്മളിവിടെ എപ്പോ വരെയായിരിക്കും. കണ്ട്. ഓക്കെ മച്ചാനെ, പോരി, താഴേക്ക് പോരി കേട്ടോ. ഓക്കെ നമ്മൾ എങ്ങനെയൊക്കെയോ പുള്ളിനെയും കൊണ്ട് വലിഞ്ഞ് ഏന്തി ഇവിടെ വരെ എത്തിച്ചു. ഓക്കെ, അപ്പൊ വേഗം വാ, ട്രെയിനിൽ പോണ്ടേ. കമോൺ, വേഗം കമോൺ. ഓക്കെ ബൈ. അപ്പൊ നേരത്തെ വേദന കുർള എക്സ്പ്രസ് ആണ്. ഓക്കെ അപ്പൂപ്പ ശരി എന്നാ, ടാറ്റ ബൈ. കൊച്ചുമോളോടൊക്കെ സിലിണ്ടറിനോടൊക്കെ ടാറ്റ പറഞ്ഞേക്ക്. വഴിന്ന് പറഞ്ഞില്ലേ മുട്ട ഞാൻ പൊളിക്കും. ഓക്കെ, സോ 2 ഉണ്ടേ കളഞ്ഞ് അവിടെ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ബാക്കിൽ നിന്നൊക്കെ വന്ന് ഇടിച്ച് കളയും. അപ്പൂപ്പ ഹാപ്പി ജേണി, ടാറ്റ ബൈ ജെത്തം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ അപ്പൂപ്പൻ്റെ ജയിച്ചിരിക്കുന്നു. ബട്ട് അപ്പൂപ്പ ഗാങ്ങിനെ കണക്ട് ഫീലാണ് കേട്ടോ അത്. ഓക്കെ ഗൈസ്, ദേ നിൽക്കണം നമ്മുടെ അപ്പൂപ്പൻ. ഓക്കെ അപ്പൂപ്പ, അപ്പൂപ്പൻ ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക ഗൈസ്. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നത് മെയിനായിട്ടുള്ള കാര്യമാണ്. നമ്മൾ എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി 10K എത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, വീണ്ടും കാണുന്നവരേക്കും വണക്കം ഗൈസ്. അപ്പോൾ ഒന്നുകൂടെ ബൈ, ലാസ്റ്റ് ബൈ. ഓക്കെ ബൈ.
ഓക്കെ ബോയ്സ് കം ഓൺ ഗൈസ്, ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. സോ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഗൈസ്. അങ്ങനെ കുറ്റാക്കൂരിട്ട് ഗ്രാൻഡിയുടെ വീടിന്റെ ഗേറ്റ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഗൈസ്. നമ്മൾ സ്കിപ്പ് ഇട്ടോ പിടിച്ചൊക്കെ ഞെക്കി. ഓക്കെ ഗുയിസ് ഡേ 1 ഹിമ്മി. നമ്മളെ ഗ്രാൻഡിന്റെ വീട്ടിൽ നിന്ന് ഉറക്കം വേണ്ടിയിട്ട് ഓക്കെ നമ്മുടെ മറ്റേ ഈ ലോക്ക കൂത്തി ഓർക്കണ പരിപാടി ഉണ്ട് അവിടെ. ഓക്കെ നമുക്ക് ലോക്ക കൂത്തി ഓർക്കാം. ഓക്കെ അയ്യോ എന്താണ് തിരിയാത്തത്. ഓക്കെ നമ്മൾ ഡോറ് നമുക്കൊരു കാര്യം കഴിച്ചു. ഇവിടെ ഒന്നുമില്ല. ഓക്കെ നമുക്ക് നേരെ താഴേക്ക് പോയി നോക്കാം അവിടെ എന്താ അവിടെ നോക്കാം. ഓക്കെ എന്തെങ്കിലും കിട്ടാതിരിക്കില്ല ക്വിസ്. ഓക്കെ സോ ഇവിടെ എന്ന് പറയുമ്പോ റോബോട്ട് ഉണ്ട്. റോബോട്ടിന്റെ മുമ്പ് നോക്കാൻ പറ്റുന്നത്. റോബോട്ട് വേണ്ട വേണ്ടിക്കൂ. ഓക്കെ ഇത് നമ്മളാ ഗൈസ് ഫ്യൂസ് മാത്രമേ ഉള്ളൂ ഗൈസ്. ഫ്യൂസ് വെച്ച് നമ്മൾ എന്ത് ഫ്യൂസ് ഉണ്ടാക്കും ഗൈസ്. ഒരു കാര്യത്തെ ഫ്യൂസ് ഗൈസ്. ഓക്കെ സോ നമ്മൾ ട്രെയിൻ എസ്കേപ്പ് ആണല്ലോ ഗൈസ്. നമുക്ക് ഗൈസ് ഇനി അമ്മച്ചിയൊക്കെ വരും. ഞാൻ പുള്ളിക്കാരി വരുന്നവരെ കാത്തിരിക്കാം. ഓക്കെ പുള്ളിക്കാരെ കാണാൻ നമുക്ക് നൈസായിട്ട് വേഗം മേലോട്ട് കയറി പോകട്ടോ. അവിടെ എന്താണ് നോക്കാം. സുഹൃത്തുക്കളൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയാ ഇവിടെ ഒന്നും ഒരു തേങ്ങയില്ല. ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് ഗൈസ്. പാവ അസ്റ്റിപ്രോ എനിക്ക് വിഷമമുണ്ട്. അസ്റ്റിപ്രോ ഗൈസ് ഇന്നത്തെ ലൈക്ക് ഫോർ നമ്മുടെ അസ്റ്റിപ്രോ ഗൈസ്. എന്താണ് ഗൈസ് ഇതിനകത്ത് വെറും ഒന്നുമില്ല ഗൈസ്. നമുക്ക് കാറിന്റെ ഡിക്കിയൊക്കെ തുറന്നു നോക്കാം. കാറിന്റെ ഡിക്കിക്കകത്ത് എന്താണ് ഗൈസ്? ഗൈസ് വെപ്പൺ കീ. വാവ് ഫെന്റാസ്റ്റിക് ബോംബാസ്റ്റിക് എലാസ്റ്റിക്. ഇനി നമുക്ക് വേഗം കുറച്ച് കല്ല് ഒപ്പിക്കാം. ഓക്കെ ഗൈസ് ഇവിടെ ഒരു കല്ല് കെട്ടി. ഇതിൽ ഏറ്റവും ക്ഷാമം എന്ന് പറയുന്നത് കല്ലിനാണ്. അയ്യോ എത്ര നോക്കിയാലും ഈ കല്ല് കിട്ടൂല. ഓക്കെ കല്ലെവിടെ? ആരെങ്കിലും കില്ലിത്തൊന്ന് സഹായിക്കുമോ? പക്ഷെ ഒരു കല്ല് മാത്രമേ കിട്ടിയുള്ളൂ ഫുള്ള്. നമുക്കൊരു കാര്യം നമുക്ക് ഈ പെട്ടിക്കകത്തോ വിരിപ്പിനകത്തോ എന്തെങ്കിലുമൊക്കെ ഉണ്ടൊക്കെ നോക്കാം. ഓക്കെ മറ്റേ മരപ്പലക കിടപ്പുണ്ട്. ഗ്രാൻഡ് പലക എന്തിനാണോ മരപ്പലക? ആ കാക്കയിലൊക്കെ വെടിവെച്ച് തീർത്തിടാം. പക്ഷെ നമുക്ക് കല്ല് കിട്ടിയില്ല. അതിനകത്ത് ചട്ടിയൊക്കെ ഇരിപ്പുണ്ട്. ഓക്കെ സോ അതൊക്കെ എടുക്കാൻ പറ്റാണ് സുഖം ചെയ്തത് ഗൈസ്. ഇതിന്റെ ഈ ഗെയിമിന്റെ പ്രത്യേകത ഗൈസ് ഗ്രാനിയും ഗ്രാൻഡ്പയ്ക്കും ഭയങ്കര നല്ല ഇമ്പ്രൂവ്മെന്റ്. ആദ്യം ഗ്രാനി ഒറ്റയ്ക്കായിരുന്നു പിടിച്ചുകൊണ്ടായിരുന്നത്. ഇപ്പൊ ഗ്രാനി ഉണ്ട് ഗ്രാൻഡ്പ ഉണ്ട്. ഓക്കെ മാത്രമല്ല അവർക്ക് തോക്കും. ഇങ്ങനെ പോവാണെങ്കിൽ ഗൈസ് നമ്മളാണെങ്കിൽ ഒരു ദേഹദാക്ഷ്യം ഉള്ളത് ഈ രണ്ട് കാലിൽ ഓടി നടക്കണത്. ഓക്കെ വലിയേക്ക് ഓടാനും പറ്റൂല. അപ്പൊ ഒരു അപ്പൂപ്പനും അമ്മമ്മയ്ക്കൊക്കെ ഒടുക്കത്തെ അപ്ഡേഷൻ. നമുക്ക് വെറും തേങ്ങ. ഓക്കെ എന്തായാലും വേണ്ട ഗൈസ് നമുക്ക് കല്ല് വർക്കിക്കൊണ്ട് നടക്കാം. ഗ്രാനി നമ്മളെ പിടിക്കാനുള്ളത്. ഓക്കെ നമുക്ക് നമ്മളെ വേഗം അങ്ങോട്ടൊക്കെ ഓടിയേക്കാം. ഇല്ലേ പുള്ളിക്കാരിക്ക് പുറകെ വന്ന് അത് സീനാക്കും ഗൈസ്. ഒക്കെ നമ്മളങ്ങനെ ഗ്രാനിനെ പേടിച്ച് ഓടി വന്നപ്പോ നമുക്ക് തന്നെ ഒരു കല്ല് കിട്ടി. ഓക്കെ അത് ശരി ഗൈസ് ഗ്രാനി വല്ല അപ്പുറത്ത് കൂടെ വന്നിരിക്കാം ബാക്ക് കൂടെ പിടിക്കാൻ നമ്മളെ ചിഞ്ചിനാക്കളി. ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യുമ്പോ വീട്ടിൽ കയറാം. അല്ലെങ്കിൽ പുള്ളിക്കാരി അപ്പുറത്ത് കൂടെ വരികയായിരിക്കും. ഒക്കെ സുഹൃത്തുക്കളെ നമ്മൾ വെപ്പൺ കീ എടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മികച്ചൊരു മുന്നേറ്റമാണ് ഗൈസ്. അപ്പോ നൈസ് ടു മീറ്റ് യു. രാത്രിയുടെ രണ്ടാം ദിവസം ഞാൻ അമ്മമ്മനെ മേടിച്ച് കയറിയത് അപ്പൂപ്പന്റെ അണ്ണാക്കിലോട്ട്. എങ്ങനെ ഇരിക്കണ് നമ്മളെ വെപ്പണ്ടി എടുക്കാൻ കഴിച്ചു. വേഗം നമുക്ക് ആ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അമ്പടാ അയ്യോ. ഓ ഗൈസ് ഗ്രാനി കണ്ട് ഇനി അമ്മച്ചേക്ക് ഒഴിവാക്കിയത് എപ്പോ ഒഴിവാവാനാണ് ഗൈസ്. ഗൈസ് നമ്മൾ എങ്ങനെയൊക്കെയോ നമ്മളെ അമ്മൂമ്മനെ പറ്റിച്ച് അവിടെ ഇട്ട് നമ്മൾ എന്നിട്ട് ഓടിക്കോടിയിരിക്കാൻ കേട്ടോ. ദേ കിടക്കുന്നു ഗൈസ് നമ്മുടെ വെപ്പണ്ടി. ഓക്കെ ഗൈസ് കൊച്ചു കെല്ലൻ അവിടെ ഇരിക്കുകയായിരുന്നു. ഓക്കെ സോ നമുക്ക് വേഗം നമ്മുടെ വെപ്പൺ കീ എടുത്ത് പണി കൊടുക്കാം. അപ്പാപ്പന് പണി കൊടുക്കാം. അപ്പാപ്പനാണ് ഗൈസ് പണി. ഓക്കെ മറ്റേ അമ്മച്ചിക്ക് വലിയ കുഴപ്പമൊന്നും. പക്ഷെ അപ്പാപ്പൻ ദൂരെ നിന്ന് വെടിയൊക്കെ വെച്ച് കളയും. ഗുയിസ് അറാറിപ്പിൻ നമുക്ക് നമ്മുടെ മറ്റേ കവള കിട്ടിയിരിക്കുന്നു.
ഓക്കെ നമുക്ക് അമ്മച്ചി വരും, നമുക്ക് പിടച്ചു വിടാം. ഗൈസ് കാണുന്നില്ല ഗൈസ്, അല്ലെങ്കിൽ ഈ സാധനം കയ്യിലുണ്ടാകുമ്പോ ആരെയും കാണൂല. എവിടെ അപ്പൂപ്പ അമ്മൂമ്മി കൊച്ചുമോനെ എവിടെ 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 ആരെയും കാണുന്നില്ല. അമ്മൂമ്മേ എവനാഴ്ച അവൻ ചോദിച്ച അമ്മൂമ്മെങ്കിലും ഇവിടെ കാണുമെന്ന്. അമ്മൂമ്മയെ ചതിച്ചിരിക്കുന്നു. അപ്പൂപ്പ അപ്പാപ്പ എവിടെ അപ്പാപ്പ? തേങ്ങാണ്ടി ഒരുത്തനെ കാണുന്നില്ല ഗൈസ്. ഗൈസ് വേണ്ട സമയത്ത് ഇവനൊന്നും കാണില്ല, അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ശ്വാസം വിട്ട ഇവനൊക്കെ അറിയും. ഇപ്പൊ ഒറ്റൊരാട്ടത്തിനെ കാണാനില്ല. എവിടെ ഗൈസ്? നമ്മൾ കയറി കാക്കേന്റെ അടുത്ത്, അവിടെ ആരെയും കാണുന്നില്ല. ഓക്കെ, കാക്കേന്റെ അടുത്ത് ഷെഡിന്റെ കീയൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ നമ്മളൊന്ന് നോക്കി വെച്ചിട്ട് നമുക്ക് താഴേക്ക് ഇറങ്ങി പോവാം. എവിടെ? വന്നു വന്നു അമ്മൂപ്പ വന്നു. പക്ഷെ ഞാൻ ഈ ഉണ്ടകളൊക്കെ ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പൂപ്പന് വേണ്ടിയാണ്. അപ്പൂപ്പറ്റി ഞാൻ എവിടെ ചെന്നപ്പോഴും നമ്മുടെ അപ്പാപ്പനെ കാണുന്നില്ല ഗൈസ്. അപ്പാപ്പൻ മിസ്സിങ് ഗൈസ്. അപ്പൂപ്പനെ കളഞ്ഞു പോയിട്ടുണ്ട്. അപ്പൂപ്പൻ അഞ്ചടി ഈളം, മൂഞ്ചിയ സ്വഭാവം, അറിയാവുന്നവർ ബന്ധപ്പെടുക. എടാ ഭീകര, എടാ ഇത് അരരായത്തിനെ മുഴുവൻ കാണിച്ച് നീ ഒന്ന് കറങ്ങുമ്പോടാ. ഓക്കെ നല്ല വിദ്യ. ആഹാ ഗൈസ്, എന്തോരം നേരത്തെ മനസ്സുഖം. ആഹാ ഓഹോ ഗൈസ്, ഇനി അമ്മച്ചിക്ക് കൂടെ ഒന്നും കൊടുക്കണ്ട. ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ അമ്മച്ചി. അയ്യോ എന്തൊരു ലേറ്റ് ആയത്. അയ്യോ ഗൈസ്, ആനന്ദം, പരമമായ ആനന്ദം. ഓ ഗൈസ്, നമ്മൾ വേഗം താഴെ പോയി ചില്ലൊക്കെ പൊളിച്ച്. ഓക്കെ ഗൈസ്, നമുക്ക് ട്രെയിനിക്ക് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ക്രോബാർ പൊളിച്ച് നോക്കി നോക്കാം. നമ്മുടെ പെട്ടി പൊളിച്ച് നോക്കി നോക്കാം. ഇതിനകത്ത് എന്താ ഗൈസ്? വാവും ചൊട്ടത്തേക്ക ഗൈസ്. നമ്മൾ സ്പോട്ടിൽ തന്നെ നമ്മൾ അടുത്ത പെട്ടി പൊട്ടിച്ച് നോക്കി. അയ്യോ ഇതിനകത്ത് കോയി വേണ്ടായിരുന്നു. ആ കുഴപ്പമില്ല ഗൈസ്, ഇരുന്നോട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് ട്രെയിനിന്റെ കീ ആയി, നമുക്ക് ടിക്കറ്റ് ആയി. ഇനി മറ്റേ ആക്സിലേറ്റർ കൂടി വേണം. പിന്നെ നമ്മുടെ വേറെ സാധനം ഗൈസ്. ഓക്കെ, സ്വിച്ച്, ഇലക്ട്രിക് സ്വിച്ച്, മെയിൻ സ്വിച്ച് വേണം. ഗൈസ്, ഞാൻ പുറത്തൊരു പ്ലാങ്ക് കണ്ടായിരുന്നു. അത് അവിടെ തന്നെ ഉണ്ട്. പ്ലാങ്ക് കൂട്ടാക്കോട്ട് നമുക്ക് വേറെ പോയാൽ വേറെ കൊണ്ട് വെച്ചേക്കാം. ഗൈസ്, അതാകുമ്പോ നമ്മളെന്താ വെച്ചാൽ ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഗ്രാനി ഇങ്ങോട്ട് വരൂല, അപ്പൂപ്പനും വരൂല. ഓക്കെ, എവിടെ? അയ്യോ ഇതിനകത്ത് മറ്റേ സാധനം അത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതിന് ശരിക്കും പണി മറ്റേ എസ്കേപ്പാണ് കേട്ടോ. ഡോർ എസ്കേപ്പാണ് ഗൈസ് പണി. കാരണം ട്രെയിനിനകത്ത് നമുക്ക് ആകെ മറ്റേ ട്രെയിനിന്റെ ആക്സിലേറ്ററും ഇലക്ട്രിക് സ്വിച്ചും കീയും കിട്ടിയ പരിപാടി കഴിഞ്ഞ്. ഓക്കെ, സോ ഓക്കെ ഗൈസ്, നമ്മുടെ ജിഞ്ചിനാക്കടി സുഗാടി ആരത് പാവം ഗൈസ്. വിളിക്കാതെ തോക്കെടുക്കാൻ മറന്നുപോയി. അപ്പൊ തോക്കൊക്കെ എടുത്തിട്ട് വരണ്ടായോ? ബാ ബാ മോനെ ബാ, മാമൻ പാലും വെള്ളം മേടിച്ചു തരാം കേട്ടോ. ബാ, ഇവിടെ പുറകില്ലേ? ബാ 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 ബാ. നമുക്ക് ഓട്ടൊക്കെ ഇറക്കാം. ഓക്കെ, എവിടെ ഗൈസ്? നമുക്ക് കാര്യം പെട്ടെന്ന്. അയ്യോ ഞാൻ പെട്ടിയത്. ഓക്കെ, ഇല്ല പെട്ടില്ല. നമ്മള് വാതിലൊക്കെ അടച്ച് കൂറ്റിട്ട്. അയ്യോ ഗൈസ്, ഡബിൾ സൈഡ് അറ്റാക്ക്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിരുന്നെങ്കിൽ ഗൈസ് കണ്ടം തുണ്ടമായേനെ ഗൈസ്. നമ്മളെടുത്ത കഴിഞ്ഞ നമ്മൾ കുറച്ചും കൂടെ ഇറങ്ങി. അപ്പൊ ചന്തി ഒന്ന് മാറ്റും, ഞാനിന്ന് പോയിക്കോട്ടെ. പാവ അപ്പൂപ്പൻ ഇതേ പുറകെ വരട്ടെ. തോക്കില്ലാത്ത നന്നായി. അത്രയ്ക്ക് പാവൊന്നുമല്ല ഗൈസ്. നമ്മളെ തോക്കുണ്ട്, പക്ഷെ അതിനകത്ത് ഉണ്ടയില്ല ഗൈസ്. നമുക്ക് വേഗം തോക്കെടുത്ത് താഴേക്ക് പോവാ ഗൈസ്. നമുക്ക് എവിടെ നിന്നെങ്കിലും ഉണ്ട കിട്ടും. ഒരെണ്ണം പൊട്ടിക്കാ ഉണ്ടാക്കി ഉണ്ടാക്കി കുറച്ച് കഴിയും. കുറെ കാലം ഈ കാക്ക നമ്മളെ ഉപദ്രവിക്കുന്നുണ്ട്. നിനക്ക് ദേഷ്യം വരുന്നുണ്ടാ പറടാ. നമുക്ക് അവസാനമായിട്ട് എന്താ പറയാനുള്ളത്? തെറിവിളിക്കുന്നോടാ ബഡി ഫുൾ. കാക്കന്റെ ഒരു സുണ്ണി തൂരൂരില്ല, എല്ലാം പറഞ്ഞുപോയി. അയ്യോ തോക്കിനെ കൊണ്ടാ പറഞ്ഞോടെ. ഓക്കെ, നമുക്ക് തോക്ക് വലിച്ചെറിയാം. ഓക്കെ, നമുക്ക് വേണ്ടാത്ത തോക്ക് നമുക്ക് അപ്പാപ്പനും വേണ്ട. പോ തോക്കെ. അയ്യോടാ അവിടെ തന്നെ വീട്, സാരില്ല. ഓക്കെ ഗൈസ്, നമുക്ക് എന്നാ ഒരു ഷെഡ് കീ എടുത്ത് ഷെഡ് തുറന്നു നോക്കാം. ഗൈസ്, ഷെഡ് കീനകത്ത് നമുക്ക് തെറ്റി പേര് കിട്ടി, നമ്മുടെ ചെട്ടിക്കുട്ട ഗൈസ്. ഇതേപോലെ ഞാൻ പ്രാവശ്യം ചെട്ടി എടുത്ത് പോകുമ്പോ അപ്പൂപ്പനും അമ്മൂമ്മയും ഒരുമിച്ച് തന്നെ പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആൻഡ് അപ്പൂപ്പ വെടിവെച്ചത് പിന്നെ തെറ്റി അമ്മൂമ്മ ചത്തുപോയി. നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കാൻ അറിയില്ല ഗൈസ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് നിങ്ങൾ അപ്പാപ്പന്റെ കയ്യിൽ തോക്കുള്ളപ്പോ നിങ്ങൾ ഈ തെറ്റി എടുത്ത് ഓടണം. ഓക്കെ, അപ്പാപ്പനെ കണ്ടെങ്കിൽ നിൽക്കുകയും ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുക. അപ്പൂപ്പനെ കൂടെ കൂട്ടി ഓടിക്കൊണ്ടിരിക്കുക ഗൈസ്. പെട്ടെന്നൊന്ന് നിന്ന് പോയി കഴിഞ്ഞാൽ അപ്പൂപ്പ വെടിവെക്കും. വെടിവെച്ചാൽ ഉറപ്പാ ഗൈസ് അപ്പൂപ്പ ചാവും. കുറച്ച് ഡിസ്റ്റൻസിൽ നിന്നാൽ മതി ഗൈസ്. അയ്യോ
തൽക്കാലം നമ്മൾ നമ്മുടെ ടെറ്റീനെ വന്നിട്ട് നമുക്ക് വേറെ പരിപാടിക്ക് പോവാം. നമ്മൾ തേങ്ങ പൊതിക്കാൻ ഇറങ്ങിയപ്പോട്ട് പൊടിക്കാരുടെ കാറ്റ് കൊണ്ട് നടക്കുന്നത്. അമ്മമ്മേ തേങ്ങ വേണോ? പോയി തേങ്ങ മേടിക്കാൻ വരുന്നത് വലിയ അമ്മച്ചിക്ക് മാറ്റി വെച്ചിട്ട് വേഗം പോരെ. എടാ നമുക്ക് വേഗം ഓടിയേക്കാം. ഓരോരോ സീനാണ് ഈ അമ്മച്ചിയൊക്കെ. ഓക്കെ നമുക്ക് വേഗം സേഫ് തുറന്നു നോക്കാം എന്താ കിട്ടാതെ. അയ്യേ ജനറേറ്റർ കേബിൾ, ഇതിനാണ് ഞാൻ തേങ്ങ കളഞ്ഞ് തീ കൊണ്ടുപോകുന്നത്. ഓക്കെ നമ്മൾ അപ്പാപ്പൻ എന്ത് ചെയ്യുന്നോ അപ്പാപ്പ ഇല്ല സർക്കാർ ആരും കാണുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്. ദോ കിടക്കണം നമ്മുടെ തോക്കെടുത്ത് നോക്കാം. അയ്യോ ഗൈസ് ഒറ്റ ഉണ്ടേ ഉള്ളൂ. ഒരുണ്ട മതി നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ. നിങ്ങൾക്കുമാകാം ഉണ്ണേശ്വരൻ. ഒരു ഉണ്ട മതി അപ്പൂപ്പന്റെ തല മുടിക്കാൻ. ദേ പൊട്ട ദാ ഉണ്ട. അപ്പൂമ്മ ഓടി വരട്ടെ നമ്മളെ തോക്ക് പിടിച്ചോണ്ട്. ഓ ഗൈസ് ഓക്കെ നമുക്ക് അപ്പൂപ്പനൊക്കെ തീർത്തേക്കാം. അയ്യോടാ ചുഞ്ചുടുവാണേ ചാച്ചുവാണോ? അയ്യോ ലവലായത്തിന് മുഴുവൻ കാണിച്ച് ചാച്ചുവാ കുഞ്ഞിവാവ. പാച്ച വേണോ കുഞ്ഞുവിനെ? അല്ല ഗൈസ് മറ്റൊരു പേരിൽ ആശാക്കട തുടങ്ങ. അയ്യടാ ഓക്കെ ഗൈസ് ഇപ്പൊ ഏകദേശം എന്തായി ഇപ്പൊ. എന്തായാലും അപ്പാപ്പനെ നമ്മളെ തീർത്തുണ്ട് ഗൈസ്. ഓ ഭയങ്കര സന്തോഷം. നമുക്കൊരു കാര്യം നമുക്ക് തോക്ക് ഇവിടെ കൊണ്ടുവയ്ക്കാം. അതാകുമ്പോ അടുത്ത പ്രാവശ്യം അപ്പൂപ്പ വരുമ്പോ അപ്പൂപ്പന് തോക്ക് കിട്ടൂലല്ലോ. ഗൈസ് കിട്ടി ഗൈസ്. നമുക്ക് ടെഡി ബിയർ കിട്ടി. നമുക്ക് വേദനകത്ത് ഇട്ട് കൊടുക്കാം. എന്റെ പൊന്നെ മറ്റ് സെന്റിമെന്റ്സ് പിന്നെ ഇറക്കാം. താക്കോലുണ്ട് എവിടെ? അയ്യോ ഓ ഗൈസ് ആവോ വീട് എന്താത് പാടിലോക്ക്. ഗൈസ് നമ്മൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ പാഡിലോക്ക് ഇട്ടുകൊണ്ട് ഏകദേശം എല്ലാ സാധനങ്ങളും ഒപ്പിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. 2 കുടമൊക്കെ എടുത്ത് കഴിച്ച് നമുക്ക് ഇവിടുന്ന് ചാടിയൊക്കെ അവകാശം തത്തില്ല ഭാഗ്യം. ഓക്കെ അയ്യോ അപ്പം ഇതിപ്പോ ഒന്ന് കൊള്ളാലോ. അയ്യോ ഗൈസ് അപ്പൂപ്പം പിടിച്ചേ ആട്ടുകാണി ഓടി വായോ. ഗൈസ് മോന്തൊക്കെ അടിച്ച് കൊന്നു ഗൈസ് നമ്മളെ. ഗൈസ് പ്രതികാരം ഗൈസ്. എവിടെ ഗൈസ് ചെവിക്കല് എവിടെ? ഗൈസ് ചെങ്ങായി കറങ്ങിയിട്ട് ചെവിക്കല് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. എവിടെ ഗൈസ് ചെവിക്കല്? ആ കിട്ടി 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 കൊടുക്കോട് ചെവിക്കിട്ട് കൊടു. ആ ഓ അമ്മച്ചിങ് വന്നേ. ഓ എന്റെ തന്നെ കൊടുത്തേ. 2 എണ്ണത്തിന് അടുപ്പിച്ചടുപ്പിച്ച് കൊടുത്ത്. ഓ അയ്യടാ ഗൈസ് അപ്പൂപ്പൻ കിടക്കണ കിടപ്പ് കണ്ടോ? അറ്റൻഷനിലൊക്കെ ഇതെന്ത് കോലാടെ അപ്പൂപ്പ. ശരിയെന്നാ നമുക്ക് ട്രെയിനകത്ത് വെച്ച് കാണാം. ഇല്ല ഇപ്രാവശ്യം നമ്മൾ ആരെയും കൊണ്ടാണ് നമ്മൾ ഒറ്റയ്ക്ക് പോവുക ഗൈസ്. ഗൈസ് പാഡ്ലോക്ക് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ ട്രെയിനിന്റെ സ്വിച്ച് കിട്ടി. ഓക്കെ ഗുയിസ് അങ്ങനെ നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നു സുഹൃത്തുക്കളെ. ഓക്കെ ഗൈസ് സോ എവിടെ ഗൈസ് എവിടെ വേണ്ട വാതിലടാ. ഓക്കെ ഗൈസ് ആക്സിലേറ്റർ പിടിച്ച് എല്ലാം സെറ്റാണ് ഗൈസ്. ഓക്കെ ബൈ എവിടെ ഗൈസ് അപ്പൂപ്പൻ അമ്മൂമ്മ എവിടെ? എന്നാലും അപ്പൂപ്പൻ ഒരടിയും കൂടി കൊടുക്കായിരുന്നു. എനിക്ക് മതിയായില്ല. ഓക്കെ ഗൈസ് സോ നമുക്ക് ലാസ്റ്റ് അപ്പൂപ്പനെ കാണാം. എവിടെ? അയ്യോ ഗൈസ് പാവതെ അപ്പൂപ്പൻ അമ്മൂമ്മ നിൽക്കണ്. പാവങ്ങളെ കിളി പോയി. അയ്യോടാ ചുച്ചുടു. അയ്യോ ചുച്ചുടുവാനെ പോട്ടെ പറയാൻ പറഞ്ഞു പോയി. ആ അതേ വെക്കണം മച്ചി. ഓക്കെ ഗൈസ് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. McDonald's just entered the Minecraft universe. Get one of 6 new collectibles now with a Minecraft movie meal. Only on the McDonald's app. Why Cerelac puree? Easy. Count on the goodness of natural fruits and veggies and yummy taste in one pouch. Cerelac puree. Care for them, count on us. ഇന്നത്തെ ഗെയിം പ്ലേ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് പാർട്ടി. സോ നമ്മൾ നേരത്തെ 2 പാർട്ടി ചെയ്തായിരുന്നു. ഓക്കെ ഇതൊരു കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഐസ്ക്രീംകാരനെ വരട്ടി അടിച്ചിരിക്കും ഗൈസ്.
ഓക്കെ സോ ഗൈസ് അപ്പോൾ മാക്സിമം ലൈക്ക് അടിക്കാൻ നമ്മൾ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് ഏകദേശം 10K ആണ്. സോ ഗൈസ് മാക്സിമം കറക്റ്റ് ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് നേരെ നമ്മുടെ വീഡിയോ ചെയ്യാം ഗൈസ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഗൈസ്. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാൻ നമുക്ക് നേരെ നമ്മുടെ വീഡിയോ കിട്ടുക. കമോൺ ഗൈസ്, നമ്മുടെ ഗെയിം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സോ ഫോട്ടോ ഫ്രെയിമിൽ 2 കുഞ്ഞു പയ്യന്മാർ ആൻഡ് വേറെ 4 വലിയ പയ്യന്മാർ. അമാർ തന്നെ വലുതായി തന്തകളായതാണ്. ഓക്കെ സോ ഗൈസ് അങ്ങനെ ഏതൊക്കെ ഇങ്ങനെ പേര് വെച്ച് കുറിച്ചുകൊണ്ടിരിക്കുന്നു. ഐസ്ക്രീം ടൂറിനൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. പിന്നീട് എന്ത് സംഭവിച്ചു ഗൈസ്? പിന്നീട് കളി തുടങ്ങിയോ? ഓക്കെ കളി തുടങ്ങി. കൂടെ മനസ്സിലായില്ല ഗൈസ്. ആദ്യം നമുക്ക് നമ്മുടെ ഡ്രോ ഒക്കെ തുറന്നു നോക്കാം. ചെക്കന്മാരെ പയ്യന്മാരെ ഫോട്ടോ ഒക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് സ്ക്രീൻഷോട്ട് നമ്മുടെ കവണ കൊണ്ടേ താഴേക്ക് ഇറങ്ങാം കേട്ടോ. പറ്റാണ് ഒരു അടിയാക്കി കൊടുക്കാം. കഴിഞ്ഞ വട്ടം വളരെ വിജയകരമായി അയാൾക്ക് വേറെ ഏതോ സൈഡിൽ കൂടെ പോയി. പിന്നെ മോഡേൺ ആയിട്ടൊക്കെ ഉണ്ട് പഴയ പോലെ തന്നെ കാര്യങ്ങളൊക്കെ. കീബോർഡോ അതെന്തത്? വെറുതെ ഷോ ഇടാൻ മാത്രം കേട്ടോ ഗൈസ്, വെറുതെ ഒരു കാര്യമില്ല. ഓക്കെ നമുക്ക് എന്തായാലും നമ്മുടെ ബെഡ്ഷീറ്റ് എടുത്തിട്ട് ഇതെന്തത് ഗൈസ്? മുട്ടയും പാലും നമ്മുടെ മിസ്റ്റി ഒക്കെ അതൊക്കെ എന്തിനാണാവോ? എന്തരാട്ടെ. ഓക്കെ നമുക്ക് ഡ്രോവറിനകത്ത് ഒന്നുമില്ല അടുത്ത ഒന്നുമില്ല. ഓ ഗൈസ് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ബെഡ്ഷീറ്റ് എടുത്ത് ചുറ്റിക്കൂട്ടി ഇറങ്ങാം. ഓക്കെ ഗൈസ് നമുക്ക് നേരെ ബെഡ്ഷീറ്റ് നമ്മുടെ കവണ എടുത്തേക്കാം. അയ്യോ ബെഡ്ഷീറ്റ് ആരെ വീണ് ആനൊക്കെ ഞാൻ. ഓക്കെ ഗൈസ് നമുക്ക് കളി തുടങ്ങിട്ടാ. 25 രൂപ കേട്ടോ. 25 രൂപയോ? എടാ ഒരു 25 എടുക്കാനുണ്ടാവോ? പൊന്നു പെണ്ണുമ്പുള്ള ബാക്കിൽ ഇപ്പൊ മുടലോടെ സ്വർഗത്തിൽ പോകും. നോക്കി ബാക്കോട്ട് നോക്ക്. ബാക്കില് ഓ തരാൻ പറ്റൂല പറഞ്ഞാ മതി. നമ്മളിവിടെ പായവിരിയൊക്കെ ചുരുട്ടി മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഇറങ്ങാൻ പോവാണ് നൈസായിട്ട്. ഇവിടെ കാണെടുക്കണം ഒരടി ഗൈസ്. പറ്റാണെ കൊടുക്കാൻ പറ്റാണെ ഒരു ബോണസ് അല്ലേ. വെറുതെ നമ്മൾ ചാൻസ് കളയണ്ടല്ലോ ഗൈസ്. ഓക്കെ നമുക്ക് നേരെ ഇറങ്ങാം. പുള്ളിക്കാരനെ ഇവിടെ ഒന്നും കാണുന്നില്ല. ചേട്ടോ അതേ വരണം. കറക്റ്റ് തലക്കിട്ട് കൊടുക്കണം ഗൈസ്, ഇല്ലേ വെറുതെ പോകും. ഓക്കെ കറക്റ്റ് പോയി ചങ്ങായി കിളി പോയി ആകെ പേവറായി നിൽക്കണം. നമുക്ക് വേഗം പോയിട്ട് മാപ്പ് ഒട്ടിച്ചിട്ട് പോവാം. എടുക്ക് മാപ്പ് എടുക്ക്. ഇരുപതിനാട്ടി ഏതെങ്കിലും ഈ കവള തിരിച്ചു വന്നേ. എന്താ പറ്റിയതല്ല. എന്തായാലും നമ്മളെ എനിക്ക് വെച്ച് നമുക്ക് നേരെ സർക്കസിലേക്കാണ് ഗൈസ്. സർക്കസ് പോയി അവിടെ കുറച്ച് മറ്റേ പരിപാടിയൊക്കെ നടത്തിയിട്ട് വരാം. ഗൈസ് എന്റെ പോലെ നമുക്ക് നമ്മുടെ സർക്കസിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് നമ്മുടെ ബേസ്മെന്റിൽ പോയിട്ട് നമ്മുടെ കാർഡ് വെക്കണം, ID കാർഡ്. അതിനുവേണ്ടി ചങ്ങായി അവിടെ വരുന്നുണ്ടോ നോക്കണം. വേഗം നോക്ക്. യൂണിയൻ